നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭുവനസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര പാർവദേവി അമ്മേ ഭഗവതി. ഓം സുബ്രഹ്മണ്യ സ്വാമി, ഓം അയ്യപ്പ സ്വാമി രക്ഷകണേ. ഓം കാളികാളി അമ്മേ ദുർഗാദേവി അമ്മേ കാടും കാവലി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന വർഷമാണ്. എല്ലാ നക്ഷത്രജാതർക്കും വിധിവശാൽ ഈ 2026 ഭാഗ്യ അനുഭവങ്ങൾ കൊണ്ട് നിറയുന്ന വർഷമാണ്. ഇന്ന് ദുഃഖമെങ്കിൽ നാളെ സന്തോഷം ഉറപ്പായും ഉണ്ടാകുമെന്നുള്ളത് എടുത്തു പറയാൻ കഴിയുന്ന കാലം തന്നെയാണ്. 2026 പൊതുവിൽ എല്ലാ മനുഷ്യരും മാനസികമായി സന്തോഷിക്കുന്ന ഒരു വർഷമായിട്ടാണ് ജ്യോതിഷത്തിൽ വ്യക്തമാകുന്നത്. ഇവിടെ 2026 മാർച്ച് മാസത്തിൽ സൂര്യനും ശനിയും സംയോഗം ചെയ്യുന്ന വ്യവസ്ഥിതിയെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ശനിയും സൂര്യനും അച്ഛനും മകൻ എന്ന് പറയുന്ന സ്ഥാനത്തിലാണ് ഗ്രഹ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഇവ തമ്മിൽ ചേരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ 2026 ഈ പറയുന്ന ശനിയുടെയും സൂര്യൻ്റെയും സംയോഗത്താൽ ഭാഗ്യദായകമായ അനുഭവങ്ങളും ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. ദോഷകരമായ കാര്യങ്ങളും ഉണ്ടാകും, ചെറിയ ഭാഗ്യദായകങ്ങളായിരിക്കുന്ന വ്യവസ്ഥകളുണ്ടാകും. 2026 മാർച്ച് മാസത്തിലെ ഗ്രഹനില പരിശോധിച്ച് നോക്കുമ്പോൾ ശനിയും സൂര്യനും തമ്മിലുള്ള സംയോഗം വളരെ നിർണായകമാണ്. ഈ വർഷം ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ സൂര്യനും കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് വരികയാണ്. ആയതിനാൽ ഈ സംയോഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷത്തിൽ പൊതുവെ ശനിയും സൂര്യനെയും ഒക്കെ ശത്രുക്കളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിതാവും പുത്രനുമാണെങ്കിലും ഇവരുടെ ഒത്തുചേരൽ ചില സങ്കീർണമായ ഫലങ്ങൾ നൽകിയേക്കാം. 2026 മാർച്ചിൽ സൂര്യൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്നു. ഈ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുമ്പോൾ ഇതിനോടകം ആ രാശിയിൽ ശനി വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കും. അപ്പോൾ സൂര്യനും ശനിയും സംയോഗം ചെയ്ത് സംക്രമിക്കുക എന്ന് പറയുന്നൊരു വ്യവസ്ഥിതിയിലേക്കാണ് വരാൻ പോകുന്നത്. രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ യോജിച്ചു നിൽക്കുമ്പോൾ ഭാഗ്യമോ ഭാഗ്യമില്ലായ്മയോ ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ സൂര്യനും ശനിയും തമ്മിലാണ് സംയോഗം ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യം വന്നാൽ ഗംഭീരമായ ഭാഗ്യമായിരിക്കും, ദോഷം വന്നാൽ അതിയായ ദോഷമായിരിക്കും. മീനം ഒരു ജലരാശിയാകയാൽ സൂര്യൻ്റെയും ശനിയുടെയും സംയോഗം വ്യക്തികളുടെ മാനസികമായ അവസ്ഥയിൽ സ്വസ്ഥതയില്ലായ്മ സംഭവിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. ഒരിടത്തും ഉത്തരം കിട്ടാതെ ചില കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന വ്യവസ്ഥ ഉണ്ടാവും. ചില ബിസിനസ്സുകളൊക്കെ അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങൾ
അതുപോലെ തന്നെ നമ്മൾ വളരെ വേഗത്തിൽ പണം സമ്പാദിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് തടസ്സപ്പെട്ടു പോകുന്നതായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് ഒരു വിഷമവും വെപ്രാളവും ഒക്കെ ഉണ്ടാകുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലികൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നത്. അല്പം പോലും അല്പം പോലും അലക്ഷ്യമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ആലോചിച്ച് ആ ആലോചനയിൽ ലഭിക്കപ്പെടുന്ന റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുക. കാരണം സംയോഗം ചെയ്യുന്നത് സൂര്യനും ശനിയുമാണ്. അത് ഏകദേശം ഒരു 3 മാസത്തേക്ക് ഇതിങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷം മതി മനുഷ്യൻ്റെ മാനസികാവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പലതും സംഭവിച്ചു പോകാൻ. അതുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് അറിയുമ്പോൾ നമ്മൾ ദോഷകരമായിരിക്കുന്ന സമയത്ത് നിൽക്കുന്നവരെങ്കിൽ പ്രവർത്തനത്തെ അല്പം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതാണ് പ്രധാനമായും പറയാനുള്ളത്. സൂര്യൻ അധികാരത്തെയും ശനി അച്ചടക്കത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെയും ശനിയുടെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ ജോലി അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സെക്ടറിലെ ജോലി ഏത് തന്നെയായാലും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ചെറിയ പിഴവുകൾക്ക് പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. സൂര്യനും ശനിയും ഒന്നേപോലെ മീനം രാശിയിലേക്ക് എത്തുന്നതിൻ്റേതായിരിക്കുന്ന ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് പറയുകയാണ്. സർക്കാർ ഉദ്യോഗമാണെങ്കിലും മറ്റേതെങ്കിലും ഒഫീഷ്യൽ സേവനമാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് വ്യവസ്ഥകളാണെങ്കിലും കൃത്യമായിട്ടും കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടാർന്ന തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട്. ജോലി നഷ്ടപ്പെടാനുള്ള വ്യവസ്ഥകൾ വരെ ചിലപ്പോൾ സംജാതമായേക്കാം. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്താൽ അതിൻ്റേതായ ഭാഗ്യം, പ്രശംസകൾ, അവാർഡുകൾ ഇതൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, സൂര്യനും ശനിയും പുത്രപിതൃസ്ഥാനത്ത് നിൽക്കുന്നു. ആയതുകൊണ്ട് കൃത്യമായ ഒരു അവലോകനം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹങ്ങൾ വരുത്തുമെന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ എന്ത് ജോലിയും ചെയ്യുമ്പോഴും ആ ജോലി കൃത്യമായി ചെയ്യുക. ആഹാരം കഴിക്കാനിരിക്കുകയാണെങ്കിൽ പോലും അത് കൃത്യമായി ചെയ്യുകയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജീവൻ വ്യവസ്ഥയിലേക്ക് അത് മാറാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശനിയുടെയും സൂര്യൻ്റെയും അല്ലെങ്കിൽ ആദിത്യൻ്റെയും മീന സംക്രമണം എന്ന് പറയുന്നത് ദോഷത്തെപ്പോലെ തന്നെ ഗുണവും ഗുണത്തെപ്പോലെ തന്നെ ദോഷവും നൽകും. നേരത്തെ പറഞ്ഞ പോലെ ഗുണം നൽകുകയാണ്, ഗുണം കൂടുതലായിരിക്കും. ദോഷമാണെങ്കിൽ ദോഷം കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കുക. ആർക്കൊക്കെയാണ് ഈ സമയം കൂടുതൽ ഇതിൻ്റേതായിരിക്കുന്ന അല്ലെങ്കിൽ ശനിയുടെയും സൂര്യൻ്റെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന നിർഭാഗ്യമായിരിക്കുന്ന വ്യവസ്ഥകൾ വരാൻ പോകുന്നതെന്ന് നോക്കാം. കൂടുതലും ഈ സംയോഗത്തിൻ്റെ അടിസ്ഥാനം ദർശിക്കുന്നത് 3 രാശിക്കാരെയാണ്. അതിൽ ആദ്യത്തേത് മീനം രാശിയാണ്. പൂരുരുട്ടാതി, കാലുത്രട്ടാതി, രേവതി തുടങ്ങിയ മീനം രാശി ജന്മരാശിയിൽ തന്നെയാണ് സംയോഗം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചിലപ്പോൾ അലസത ഉണ്ടാകുവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വളരെ ആർജവത്തോട് പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കുട്ടി വളരെ പെട്ടെന്ന് പുറകോട്ട് മാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ അലസത മനോഭാവത്തെ മാറ്റിവെക്കാൻ ശ്രമിച്ചോണം. അതുപോലെ തന്നെ കഠിനമായ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ദോഷകരമായ കാര്യങ്ങൾ പലതും സംഭവിച്ചാലും ജീവിതത്തിൽ അത്യധ്വാനം ചെയ്യുന്ന ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുദിക്കുക തന്നെ ചെയ്യും. അടുത്തത് കുംഭം രാശിയാണ്. അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി. കുംഭം രാശിക്കാരുടെ രാശ്യാധിപനാണ് ശനി. അതുകൊണ്ട് തന്നെ 2ാം ഭാവത്തിൽ അഥവാ ധനഭാവത്തിൽ ഈ സംയോഗം നടക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് ചിലവാക്കുന്നതിലും അതുപോലെ തന്നെ വരുന്ന സമ്പത്ത് കൃത്യമായി ഏറ്റെടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാമ്പത്തികമായ നിലപാടുകളിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കുവാനുള്ള ചാൻസും കാണുന്നുണ്ട്. വളരെ അനുഗ്രഹീതമായ തരത്തിൽ ലക്ഷ്മി അഷ്ടകവും അതുപോലെ തന്നെ കുബേര മന്ത്ര ഉച്ചാരണവും
മഹാവിഷ്ണുദേവനെ പ്രാർത്ഥിക്കലും മഹാഗണപതിയെ പ്രാർത്ഥിക്കലും മഹേശ്വരനെ പ്രാർത്ഥിക്കലുമൊക്കെ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. ആരോഗ്യപരമായ കാര്യത്തിലൊക്കെ വീണുപോയാൽ പിന്നെ വളരെയധികം ദുഃഖം സഹിക്കേണ്ടി വരും. കാരണം ശനിയുടെയും സൂര്യൻ്റെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗാദുരിതങ്ങളിലേക്ക് അധികം ചെല്ലാതെ സൂക്ഷിക്കുക. വാഹനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഓടിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. അത് ഈ പറഞ്ഞ മീനം രാശിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെയും അത്യധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് വിജയകരമായ ജീവിതത്തിൻ്റെ വ്യവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതും തിരിച്ചറിയേണ്ട കാര്യമാണ്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരുടെ രാശിയാധിപനാണ് സൂര്യൻ. 8ാം ഭാവത്തിൽ ശനിയുമായി ചേരുന്നത് വഴി അപ്രതീക്ഷിതങ്ങളായ തടസ്സങ്ങൾ നേരിടുന്നതിനായിട്ടുള്ള വഴി ഉണ്ടാകും. ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുക, ഏതെങ്കിലും കാര്യങ്ങൾ നടക്കും എന്ന് ചിന്തിച്ച് അതിനായി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ അത് തടസ്സമായി നിൽക്കുന്ന കാണാം. തീർച്ചയായും നമ്മൾ അത്യാവശ്യമായി ആഗ്രഹിക്കുന്ന പലതും തടസ്സപ്പെട്ടു പോയേക്കാവുന്ന ചാൻസ് ഉണ്ട്. കാരണം 8ാം ഭാവത്തിലാണ് ഇതിൻ്റെ സംയോഗ വ്യവസ്ഥകൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ശനിദേവനെ പൂജിക്കലും അതുപോലെ തന്നെ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഉള്ള ഈ ദർശന യാത്രകളും മഹേശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥനകളും അതുപോലെ തന്നെ കാളി, ഭദ്ര തുടങ്ങിയ ദേവതാ സാന്നിധ്യങ്ങളെ പ്രീതിപ്പെടുത്തുവാനുള്ള പൂജകളും മറ്റും ചെയ്യുക എന്നുള്ളതാണ് ദോഷദുരിതത്തിൽ നിന്നൊക്കെ മാറാനുള്ള ഒരു വ്യവസ്ഥയായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മീനം രാശിയിലേക്കുള്ള ശനിയുടെയും സൂര്യൻ്റെ അഥവാ ആദിത്യൻ്റെ അഥവാ രവിയുടെയും സംക്രമണ യോഗം പൊതുവിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഗുണം മാത്രം പോരായല്ലോ, ദോഷവും നമുക്ക് തിരിച്ചറിയേണ്ടുന്നേ. ചില കാലങ്ങളിൽ ഇത് ഏകദേശം 3 മാസക്കാലത്തോളം ഇതിൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സമയമുള്ള സമയത്തൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് മാത്രമാണ്. ചെറിയ ചെറിയ പൂജാവിധികൾ നമ്മുടെ കയ്യിലുള്ള ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറു പൂജാവിധികളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അപ്പോൾ ഈ പറയുന്ന ദോഷവിധാനങ്ങളൊക്കെ ഒഴിഞ്ഞങ്ങോട്ട് പോകും. പൊതുവായി സൂര്യൻ്റെയും ഈ പറയുന്ന ശനിയുടെയും ചേർച്ചയിലൂടെയാണ് ഈ വ്യവസ്ഥകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ ഈ അച്ഛനുമായിട്ടും അതുപോലെ തന്നെ അതേ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ടും തെറ്റാനുള്ള അല്ലെങ്കിൽ ഉടക്കി പിരിയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അതായത് പിതാവുമായി മുതിർന്നവരോ ഒക്കെ ആയിട്ടുള്ള സംസാരങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മാസക്കാലത്തേക്കാണ്. ഒരു നിമിഷം മതി മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകാൻ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും എല്ലാവരും സന്തോഷത്തോടെയും സുഖത്തോടെയും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെയും ശനിയുടെയും ഈ പറയുന്ന രാശി സംയോഗം നടക്കുമ്പോൾ സ്വാഭാവികമായും നടക്കുന്ന കാര്യങ്ങൾ നമ്മളീ പറഞ്ഞ 3 രാശിക്കാരല്ലാതെ തന്നെയും പ്രത്യേകം ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ നക്ഷത്രജാതരും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. പിതാവിനോടോ മുതിർന്നവരോടോ അധികം തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പോകാതെ ഇരിക്കുക. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. എളുപ്പ വഴി ഒരു ജോലിയും ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല. മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെ രാശിയായതുകൊണ്ട് ദൈവത്തെ നന്നായിട്ട് വിളിച്ചുകൊള്ളുക, നന്നായി മുറുകെ പിടിച്ചുകൊള്ളുക. ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതം അതുതന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശനിസ്തോത്രമോ ശാസ്താക്ഷേത്ര ദർശനമോ അനിവാര്യമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യുക. ഞായറാഴ്ചകളിൽ സൂര്യന് അർഘ്യം സമർപ്പിക്കുകയോ ആദിത്യ ഹൃദയ മന്ത്രം ഉച്ചരിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ മുതിർന്നവരെയും അശരണരെയും സഹായിക്കുന്നത് ശനിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകും. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകുന്നത് പോലെ തന്നെ തിന്മകളും ഉണ്ടാകുമെന്ന് ചിന്തിക്കുക. അപ്പോൾ ശനിയുടെയും അതുപോലെ തന്നെ ആദിത്യൻ്റെയും മീനരാശിയിലേക്കുള്ള സംക്രമണം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ക്ഷേത്ര ദർശനം കൃത്യമായി അനിവാര്യമാക്കുക. അതുപോലെ തന്നെ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനകളുമൊക്കെ ഉൾപ്പെടുത്തുക. അങ്ങനെ ഒരു നന്മയുടേതായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഫലദായകമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കൂ.
മീനം ആത്മീയതയുടെ രാശി ആയതുകൊണ്ട് തീർച്ചയായും ആ രാശിയിൽ ഈശ്വര ഭജനം വളരെയധികം അനുഗ്രഹദായകമായിരിക്കും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുറകോട്ട് പോകുന്ന വിദ്യാർത്ഥിയും തൊഴിലിൻ്റെ കാര്യത്തിൽ അത് ലഭിക്കാതെ വരുമ്പോൾ വിഷമസ്ഥരാകുന്ന യുവതി യുവാക്കളുമൊക്കെ, അതുപോലെ തന്നെ രോഗാദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവരും ഒക്കെ ക്ഷേത്ര ദർശനം അനിവാര്യമാക്കിക്കോളൂ. ഏറ്റവും നന്മയുണ്ടാകുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ ദോഷകരമായിരിക്കുന്നൊരു കാലത്തിലൂടെ സഞ്ചരിച്ച് ദുഃഖത്തെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.